ഒരു പുതിയ സന്തോഷം കൂടി ഉണ്ടാവും. ഇവൻ കാരണം കുടുംബത്തിന് കുറെ സന്തോഷക്കേട് ഉള്ളതല്ല, പ്രധാന മെമ്പർഷിപ്പാണല്ലോ. പിന്നെ അതിന്റെ പിന്നാലെ ഓടി അത് സമയത്ത് തീർന്നിട്ടില്ല. എന്നാൽ പോലും തിരുവോണത്തിന്റെ മുമ്പെങ്കിലും ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? വിചാരിക്കുന്നു. സരിതയുടെ ക്രെഡിബിലിറ്റി എന്തായിരുന്നു? അപ്പോ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അപ്പോഴേ ഞാൻ ചോദിക്കണതല്ല. അപ്പൊ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ ശരിക്കും? അതായത് പിന്നെ ഏതൊരു രാഷ്ട്രീയത്തിൽ ചേരുമ്പോഴും അതിൽ മെമ്പർഷിപ്പ് വേണം. മെമ്പർഷിപ്പിന് ആണുങ്ങളും വേണം, പെണ്ണുങ്ങളും വേണം. അപ്പോൾ ആണുങ്ങൾക്ക് നല്ല അടിപൊളി പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെറുതായിട്ടൊരു കമ്പം തോന്നും. അപ്പോൾ ആ കമ്പം അത് നല്ല ഗ്ലാമർ വേണം. അത് കറുപ്പായാലും കുഴപ്പമില്ല, വെളുപ്പായാലും കുഴപ്പമില്ല, നല്ല ഭംഗി വേണം. അത് എല്ലാ രാഷ്ട്രീയത്തിലും ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിനാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെമ്പർഷിപ്പ് എടുക്കണല്ലേ. അതായത് സ്ത്രീകളെ കൊണ്ട് പുരുഷന്മാരെ കൊണ്ടൊക്കെ മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നത്. അത് മാത്രമല്ലേ, വേറെ നേതാവും കൂടിയായ ഒരു അത്യാവശ്യം നല്ല നേതാവാവണം. എന്നാൽ പിന്നെ നല്ല എവിടെ വേണമെങ്കിലും പോവാം, അവർ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് കാലം മുന്നേ മറ്റൊരു സ്ത്രീയെ നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു, പേര് സരിത. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചിട്ടും സരിതയെ കുറിച്ചിട്ടൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി. ഇപ്പോൾ സരിത ഭയങ്കര എന്താ പറയുക അസുഖത്തിലാണ്, ഭയങ്കര മാരകമായ അസുഖത്തിലാണ്. അപ്പോൾ പുതിയൊരു അവതാരത്തിന് ഇറക്കിയിരിക്കുകയാണ്. പിന്നെ അതിൽ കൊടുത്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടും ആ സ്ത്രീയും കൂടി തമ്മിലുള്ള വോയിസ് ക്ലിപ്പാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് ശബ്ദം ശരിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം ശരിക്കും കേൾക്കാൻ കഴിയുന്നുണ്ട്. ഈ സ്ത്രീയുടെ ശബ്ദം എന്തോ ഒരു നമ്മൾ പണ്ടൊക്കെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിരുന്നില്ലേ, അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് മറുപടി പറയുന്ന അതേ ഒരു ശബ്ദമാണ്. അപ്പോൾ അത് വാർത്ത കൊടുത്തത് ഏതറിയോ? റിപ്പോർട്ടർ ചാനൽ അരുൺകുമാറാണ്. ഞെട്ടിക്കുന്ന വാർത്ത. പ്രേക്ഷകരെ നിങ്ങളിത് കാണുക. രാഹുൽ മാങ്കൂട്ടം അവളുമായിട്ടുള്ള ചാറ്റിംഗ് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കേരളത്തിലെ ഓരോ ആളുകളെ രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർ ആർജവത്തോടുകൂടി ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞടിക്കുകയാണ്. പക്ഷേ അത് ചെയ്തത് നല്ലൊരു മര്യാദ ഉള്ള പരിപാടിയാണ്. പക്ഷേ ഞാൻ വേറെ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളിലെ ആളുകൾ എത്ര പേരെ പീഡിപ്പിച്ചിട്ടുണ്ട്, എത്ര പേരെ കൊന്നിട്ടുണ്ട്, അതിനൊന്നും തെളിവില്ലേ? ഉദാഹരണം ഞാൻ പ്രത്യേകം വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിരത്തേണ്ട ആവശ്യമില്ല, നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ ആ രാഹുൽ മാങ്കൂട്ടം ആ പെണ്ണുമായിട്ടുള്ള ചാറ്റിങ്, അതേപോലെ പിന്നെ ഓരോ കമൻറ്റ് വരുന്നത് CPM-നെതിരെയാണ്. കാരണം CPM-ൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭരിക്കണ പാർട്ടി കേട്ടോ. അപ്പോൾ അതിൽ മുകേഷ് ഒരുപാട് പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതേപോലെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഒരുപാട് ആളുകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. അതിന് കുറേ അടിയും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. മുകേഷിനും അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുകേഷ് രാജിവെക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് മുകേഷ് അത്രേ. ഇവിടെ അദ്ദേഹം തന്നെ, ഈ രാഹുൽ മാങ്കൂട്ടം തന്നെ സ്വയം രാജിവെച്ചു. അത് പാർട്ടി നിർബന്ധിച്ചിട്ടോ പാർട്ടി ഒഴിവാക്കിയതോ അല്ല. അത് അയാളുടെ ഒരു മര്യാദ. പിന്നെ വേറെ മറ്റൊരു സ്ത്രീ പറയുന്നുണ്ട്, എന്തൊരു ഹണിറോസോ അങ്ങനെ എന്തോ ഒരു ആൾ പറയുന്നുണ്ട്, സ്ത്രീ പറയുന്നുണ്ട് ഇതൊക്കെ ഷാഫി പറമ്പിന് അറിയാമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ സ്ത്രീകളുടെ ഇടപാട് അല്ല, സ്ത്രീകളുമായിട്ടുള്ള ഈ കിടക്ക പങ്കിടുമ്പോൾ അല്ല കിടക്ക പങ്കിട്ട് കഴിയുമ്പോൾ പിന്നെ ഇവർ പറയണാണോ നിയമം? അല്ല, ഞാൻ ചോദിക്കുകയാണ്.
ആ രണ്ടാളും അവിടെ പോരടിക്കുന്നില്ലേ, രണ്ടാളും അവിടെ മത്സരിക്കണ്ടല്ലോ ഈ ശരീരം പങ്കിടുമ്പോൾ, ഒരാൾ മാത്രമല്ലല്ലോ. അപ്പോൾ ഈ സ്ത്രീയുടെ ശരീരം പങ്കിട്ട് കഴിഞ്ഞാൽ അത് 3 വർഷം മുന്നേ 3 വർഷം മുന്നേ ആണ് എന്നാണ് പറയണത്. അതിൽ ഇപ്പോൾ ന്യൂസുകാർ കൊണ്ടുവരുന്ന പരിപാടി ചാറ്റിങ്, വാട്സപ്പ് ചാറ്റിംഗ് ആണ്. വാട്സപ്പ് ചാറ്റിങ് എങ്ങനെയാണ് ശരിക്കും വരിക? അതായത് ഇപ്പോൾ ഞാനും വാട്സപ്പ് ചാറ്റ് ചെയ്യുന്ന ആളിനെ, അത് സ്ത്രീകളോടല്ല, ഗ്രൂപ്പിലും, അത് ഇനിയിപ്പോൾ സ്ത്രീകളോടാണെന്ന് തന്നെ വെക്കാം. അപ്പോൾ അതിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. നമ്മളിപ്പോൾ ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജിൻ്റെ ഒപ്പം തന്നെ തൊട്ട് വലതുവശത്ത് തന്നെ ഒരു സമയം കാണിക്കും, ഇത്ര സമയത്ത് നിങ്ങൾ മെസ്സേജ് വിട്ടു. ഇനി തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വിടുന്ന ആളാണെങ്കിലും അവരുടെ ഒരു സമയവും നമുക്ക് കാണിച്ചു തരും, ഇത്ര സമയത്ത് അവർ മെസ്സേജ് നിങ്ങൾക്ക് വിട്ടു. പക്ഷേ അത് ഇവിടെ കാണാനല്ല. എന്തൊക്കെ മറ്റേ നോട്ടിൽ മൊബൈലിൻ്റെ നോട്ടിൽ എഴുതാ പോലെ എന്തൊക്കെ വിട്ടണം. പിന്നെ ബാറ്ററിയുടെ സമയം നിങ്ങൾ നോക്കുക, 12% ബാറ്ററി ഉള്ളൂ അതിൽ. ആ 12% ബാറ്ററി ആയിട്ടും രാഹുൽ മാങ്കൂട്ടം വിട്ടില്ലാന്ന്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണ് ഏതാണെന്ന് എനിക്കറിയില്ല, വില കൂടിയ ഫോണായിരിക്കും. ആപ്പിള് ഐഫോണൊക്കെ ആവും, സാംസങ്ങോ അങ്ങനെ ഏതൊക്കെ വില കൂടിയ ഫോണാവും. എന്നിരുന്നാലും അതിൽ നോട്ടിഫിക്കേഷൻ, അതായത് മുകളിൽ നോട്ടിഫിക്കേഷൻ ബാറിൽ ഒന്നും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കണം, ഇതൊക്കെ എന്തിൻ്റെ പേരിലാണ് നടക്കുന്നത്? ആര് പറഞ്ഞിട്ടാണ് ഈ നാടകം നടത്തുന്നത്? അതാണ് ഞാൻ അങ്ങനെ ആലോചിക്കണേ. അപ്പോൾ ഞാൻ ജനങ്ങളോട് പറയാണ്, ജനങ്ങളോട് മാത്രം, നിങ്ങൾ ഇനി നമുക്ക് ഇതുപോലുള്ളൊരു ഭരണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഒറ്റ കാര്യം പറട്ടെ, നിങ്ങൾ കുടുംബത്തോടു കൂടി ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതിന് ഒരു ഉത്തരവാദിത്തമോ ഒരു കണ്ണീരോ ഒരു അവകാശമോ നിങ്ങൾക്ക് കിട്ടില്ല, ഉറപ്പായിട്ട് ഞാൻ പറയാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ ഇഷ്ടംപോലെ നമുക്ക് അനുഭവങ്ങളുണ്ട്. ഒരു വ്യവസായം തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൂട്ടിക്കാനുള്ള ആൾക്കാരാണ്. അങ്ങനെ നിരവധി പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പദ്ധതി തുടങ്ങാൻ നിൽക്കുകയാണെങ്കിൽ അത് മുടക്കും, ഇത് മുടക്കും, ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാതും. അപ്പോൾ ഇതൊക്കെ അവർക്ക് വീണ്ടും കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ അതിലൊക്കെ കമൻറ്റ് വന്ന ഭാഗത്ത് മൊത്തം ഫേക്ക് ഐഡികളാണ്, ഫേക്കായിട്ടുള്ള ആളുകളാണ് വന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ ഞാൻ വേറൊന്നും കൂടി പറയട്ടെ, ഈ കേരളത്തിൽ വെടിവെക്കാത്തവരാരുമില്ല, വെടിവെക്കാത്തവരായിട്ട് ആരുമില്ല. എല്ലാവരും ചക്കരത്തിൽ കൈയിട്ട നക്കാത്തവരാരാന്ന് പറയുന്നത് പണ്ട് ആരോ. അപ്പോൾ എല്ലാവരും ഈ പരിപാടിക്ക് നടക്കണവർ തന്നെയാണ്. അത് ഏതെങ്കിലും രീതിയിൽ പെണ്ണിൻ്റെ ആവശ്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ, അതിപ്പോൾ രാഷ്ട്രീയപരമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ ആവശ്യങ്ങൾ നടക്കുന്നത്, അത് എല്ലാ രീതിയിലും. അപ്പോൾ അത് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ആ സഹായിച്ചവരെ കൊണ്ട് മറക്കും, എന്നിട്ട് അവർക്കെതിരെ ഇവരണ്ട് കൊടുക്കും കേസ്. അപ്പോൾ പിന്നെ അവിടെ പെണ്ണിൻ്റെ മുഖമല്ല, പെണ്ണിൻ്റെ ശബ്ദം വേറെ രീതിയിലാണ്. അതിനൊക്കെ ഇപ്പോൾ വാർത്താക്കാരുണ്ട്, പല കാര്യങ്ങളും ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പിണറായിയുടെ കൂടെയാണ് പോലീസിന് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പിന്നെ നോക്കാൻ വയ്യ എന്നൊക്കെയാണ് പറഞ്ഞത്. എല്ലാത്തിനും സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം വേടന് എതിരെയാണ് കേസ് കൊടുത്തിരുന്നത്. വേടനെ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഹൈക്കോടതി ചോദിച്ചു, സമ്മതപ്രകാരമല്ല എന്താ പറയുക, ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാവുന്നു? ശരി തന്നെയാണത്. എങ്ങനെ അത് ബലാത്സംഗമാവുക? ഇവർ രണ്ടാളും കൂടി ഒത്തൊരുമിച്ചിട്ടല്ല ഇവർ കിടക്കയിൽ കിടക്കണത്. അപ്പോൾ അവിടെ ബലാത്സംഗത്തിന് ഒരു ഇതില്ലല്ലോ. അപ്പോൾ അത് ഒഴിവാക്കി, വേടനെ ഒഴിവാക്കി. ഇപ്പോൾ അടുത്തത് രാഹുലിനെയാണ്. ഞാൻ പറയുമ്പോൾ നല്ലൊരു ചെറുപ്പക്കാരനാണ്, 35 വയസ്സ്, നമ്മുടെയൊക്കെ പ്രായമാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ
എനിക്ക് പറയാനുള്ള വി ഡി സതീശൻ സാറിനോടാണ്. കാരണം നിങ്ങൾ പിന്നെ നട്ടലുള്ള ഒരാളാണെന്ന് ഞാൻ കരുതി. അതോ നിങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ അതേപോലെ ഷാഫി പറമ്പിൽ അദ്ദേഹത്തോട് ഞാൻ പറയാം, അദ്ദേഹത്തിനെയൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ മൂപ്പരോടൊക്കെ പറയാനുള്ള ഇതൊക്കെ ശരിക്കും ഉണ്ടാക്കിയ കഥകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ വേറെന്ന് പറയട്ടെ, സരിത എന്ന് പറഞ്ഞ ആള് ഒരു സ്ത്രീ ഒരു CD അതേമാതിരി ഒരു കുറിപ്പ് കത്ത് കൊടുത്തിട്ട് അതിനെതിരെ പത്രപ്രവർത്തകർ ചെയ്ത പരിപാടി നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. എന്നിട്ട് കിട്ടിയ ഒരു മുതലാണ് ഇപ്പോൾ ഈ ഭരിക്കണത് കേട്ടോ. ഇപ്പം മൂപ്പര് ഈ പിണറായി എത്ര രാജ്യങ്ങൾ പോയി, ഈ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും ഒരു 10 ഉറുപ്പ്യക്കുള്ളൊരു പിന്നെ പൈസ 10 ഉറുപ്പ്യക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മൂപ്പര് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും 10 രൂപ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ? അതൊക്കെയല്ലേ സർക്കാർ ചെയ്യേണ്ടത്. അപ്പം മൂപ്പര് പോകണു, മൂപ്പര് കുട്ടികളെയും മക്കളെയും ഭാര്യനെയും ചെറുമക്കളെയൊക്കെ കൂട്ടിയിട്ട് പോകണു. കേരളത്തിൻ്റെ ആവശ്യമൊന്നും അറിയില്ല. മൂപ്പര കാര്യം കഴിഞ്ഞ് വരുന്നു. ഇതാണ് ഇനി ഇപ്പം അടുത്ത ഇലക്ഷൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് 6 മാസം കഴിഞ്ഞാൽ. അത് വന്നു കഴിഞ്ഞാൽ എന്താവും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ കുറേ ഉണ്ട് ഇതിൽ. നമുക്ക് ഇപ്പോൾ 4 വർഷത്തോളം നമുക്ക് കിറ്റ് തന്നിട്ട് നമ്മളെ പറ്റിച്ചു. അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു കിറ്റിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ പോവാതിരിക്കുക നല്ലത്. പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഓരോ ആളുകളുടെ ജീവന് ആപത്തന്നെയാവും. കാരണം ഇവരൊന്നും ജനങ്ങളെ സംരക്ഷിക്കാനല്ല ഇവർ ഭരണത്തിൽ കയറുന്നത്. അവരെ കുടുംബവും അവരെ ആൾക്കാരും അവരെ പാർട്ടിയും കൂടി പാർട്ടിയെ സഹായിക്കാനാണ്. അപ്പോൾ നമുക്കിപ്പോൾ അത്രേ പറയാനുള്ളൂ. ഏതോ ഒരു വണ്ടി പിടിച്ചു, സ്കൂൾ ബസ് ഒരു കാറായിട്ട് വരുത്തിക്കാണ്. ആ സൈഡാണ്. വാഹനങ്ങൾ വണ്ടി നേരെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ഇപ്പോൾ മൊത്തം രാഷ്ട്രീയം കേട്ടോ, മൊത്തം. അപ്പോൾ അവിടെ വണ്ടി ഇടിച്ചു, വണ്ടി ചെറുതായിട്ട് തട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിലും രാഷ്ട്രീയം ഉണ്ടാവും. പാർട്ടിക്കാരെ വിളിക്കണോ, അല്ലെങ്കിൽ അവന് വേണ്ടപ്പെട്ട ആൾക്കാരെ വിളിക്കണോ. ഇപ്പോൾ സൗഹൃദമായിട്ടൊന്നുമില്ല. എന്താണ് സൗഹൃദം? ഒരു ഇതുമില്ല. അങ്ങനെ തന്നെ പറയാം. ഇവിടെ ഒന്നും നടക്കില്ല. ഇവിടെ ഒന്നും നടത്താൻ സമ്മതിക്കില്ല. അതാണ് നമ്മുടെ കേരളം എന്തൊരു മാറ്റാണ് മാറിയെന്ന് മൂപ്പര് പണ്ട് പറയണ്ടായി. അപ്പോൾ കേരളത്തിൻ്റെ മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാത്തവനെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് തെറ്റ് ചെയ്തവനെ അവൻ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് കസേരയിൽ ഇരുത്തും. അതാണ് സംഭവം. ഒക്കെ വെടിവീരന്മാരാണ്. അപ്പോൾ രാഷ്ട്രീയത്തിലുള്ളവർ മൊത്തം വെടിവീരന്മാരാണ്. അങ്ങനെ തന്നെ പറയണല്ലോ. ഇതിപ്പോൾ എവിടെ എത്തും എന്നാണ് നമുക്കൊരു പിടുത്തം കിട്ടാത്തത്. അപ്പോൾ എന്തായാലും നന്നായി, നല്ല കാര്യം തന്നെയാണത്. പറ്റില്ല. എൻ്റെ ഫാദർ ഒരു കമ്മ്യൂണിസ്റ്റ് ഇതാണ്. നമ്മൾ എല്ലാവരുമായിട്ടും കണക്ഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഫാമിലിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ തെളിവുകൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, എനിക്ക് വലിയ